പാടുന്നേ പാടാ പാട്ടുകൾ പാടാൻ വന്നവർ പഥികരിവർ. തേടുന്നേ തേരൊലികൾ തേടി നടന്നൊരത്തേവരുടെ. കാണുന്നേ കാണാ കാഴ്ചകൾ കണ്ടു നടന്നൊര കണ്ണുകളും. ചൊല്ലുന്നേ ചൊല്ലിടാത്ത ചൊല്ലുകൾ ചൊല്ലാം ഇന്നിവിടെ. നമസ്കാരം പ്രിയരെ, ഞങ്ങൾ നാടോടികൾ. നാടുകൾ തോറും ചുറ്റി നടന്ന് വീടുകൾ തോറും കയറിയിറങ്ങി കരകൾ തോറും സഞ്ചരിച്ച് കടലുകൾ പലതും താണ്ടി താണ്ടി കഥ പറയാനെത്തിയ നാടോടികൾ. പണ്ട് പണ്ട് AD 52 നമുക്കൊന്ന് പോയാലോ? അതാ ഒരു കപ്പൽ തീരത്തേക്ക് അടുത്തടുത്തു വരുന്നു. പതിവില്ലാത്ത വേഷം ധരിച്ച് താടിരോമം നീട്ടി വളർത്തിയ ഒരാൾ വരുന്നുണ്ടല്ലോ. ആരാ? നമുക്ക് ചോദിക്കാം. ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നേ? ആരാ? മനസ്സിലായില്ലല്ലോ. എവിടുന്നാ വരുന്നേ? ഞാനൊരു ശില്പിയാണ് രാജാവ്. ഓ, മനസ്സിലായി. രാജാവ് അന്വേഷിച്ച ശില്പിയല്ലേ? പേരെന്താ? ദിദിമോസ്. ഗുരു വിളിക്കുന്നത് തോമസ് എന്ന്. ഗുരു പെരിയ ശില്പിയാ? അതെ, ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനാവില്ലല്ലോ. അതാ അതിന്റെ ശരി. രാജാവ് വരൂ, ഇതിലേ വരൂ. പല്ലക്ക് വേഗം തയ്യാറാക്കൂ. ഈ മഹാത്മാവിനെ പല്ലക്കിൽ കയറ്റി രാജസന്നിധിയിൽ എത്തിക്കുവിൻ. ഓഹോയ് 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 ഓഹോയ്. വലിയ കടൽ തീരത്തിലൂടെ മീനും പിറക്കി വിറ്റു നടന്ന ഒരു പാവം ചെക്കൻ. ഗുരുവിന് അവനെ അങ്ങ് ഇഷ്ടായി. കൂടെ വരാൻ വിളിച്ചു. അങ്ങനെ ശിഷ്യനുമായി. ശില്പി ഒന്നുമല്ലെന്നേ, തന്റെ ഗുരുവിനോടുള്ള സ്നേഹഭ്രാന്ത് മൂത്തിറങ്ങിയതാ. നാടും വീടും ചുറ്റി നടന്ന് അവനെ കുറിച്ച് പറയാൻ. അറിഞ്ഞോ? എന്തേ? നമ്മുടെ ശില്പി രാജകൊട്ടാര നിർമ്മാണത്തിന് എന്ന് പറഞ്ഞ് വാങ്ങിച്ച പണം കൊണ്ട് കണ്ട ചെറ്റകളെയും തെമ്മാടികളെയും ഒക്കെ പോറ്റുന്നുവെന്ന്. ശിവ ഇനി എന്താ കഥ? കൊട്ടാരം കാണാൻ രാജാവ് തിരുമനസ്സുകൊണ്ട് എഴുന്നള്ളത്ത് നടത്തുന്നു. കൊട്ടാരം കാണാൻ രാജാവ് തിരുമനസ്സുകൊണ്ട് എഴുന്നള്ളത്ത് നടത്തുന്നു. ഹേ ശില്പി, എവിടെ നമ്മുടെ കൊട്ടാരം? നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. ശ്രേഷ്ഠനായ രാജാവേ, ദാ അങ്ങോട്ട് നോക്കിയാലും അവിടെ അങ്ങേയ്ക്കായി അതിമനോഹരമായ ഒരു കൊട്ടാരം ഞാൻ നിർമ്മിച്ചിട്ടുണ്ട്. വിട്ടി, എന്റെ പണം കൊണ്ടുപോയി നശിപ്പിച്ചിട്ട് വിട്ടിതം മുലമ്പുന്നോ? ആരെവിടെ? അടിയൻ. ഈ ശില്പിയെ ഇവിടെ നിന്ന് നാട് കടത്തൂ. ഇനി മേലാൽ ഈ പ്രദേശത്തെങ്ങാൻ കണ്ടുപോയാൽ കയ്യും കാലും വെട്ടി തുറങ്കിലടയ്ക്കും. ഉത്തരവ്. നടക്കടാ. ആ പ്രദേശം വിട്ട് മറ്റൊന്നിലേക്ക് മാറിയെന്ന് നിരവധി പേർക്ക് രോഗശാന്തിയും അത്ഭുതങ്ങളും ചെയ്തു കൊടുക്കുന്നുവെന്ന് ഒരിക്കൽ. കണ്ണു തുറക്കണ മോനെ, എനിക്കിനി ആരാ ഉള്ളേ? മോനെ, കണ്ണു തുറക്കണ. അമ്മയാരാ വിളിക്കണേ? കണ്ണു തുറക്കണ മോനെ. അവനെ ഇവിടെ ഒന്ന് കിടത്തൂ. ഇടിമന് ഏറ്റതാ ഗുരു. ശരീരം ആസകലം കത്തിക്കരിഞ്ഞു പോയി. മോനെ, ഞാൻ പ്രഘോഷിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, ഉണരൂ, എഴുന്നേൽക്കൂ. മോനെ, എന്റെ പൊന്നു മോനെ. ഞങ്ങൾക്കിതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അത്രയ്ക്കുണ്ടല്ലോ. ഗുരു, ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങ് വിശ്വസിക്കുന്ന ദൈവത്തെ, അങ്ങ് പ്രഘോഷിക്കുന്ന ദൈവത്തെ ഞങ്ങളും വിശ്വസിക്കുന്നു. ഞങ്ങൾക്കും ജ്ഞാനസ്നാനം നൽകിയാലും. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, എവിടെ നിന്നാ ഈ ശക്തിയെല്ലാം? ഈ ദിവ്യന് കിട്ടുന്നതെന്നല്ലേ? ഗുരുവിൽ നിന്ന്. ഗുരുവിനോടൊപ്പം ആയിരുന്നപ്പോഴേ
കണ്ടോളൂ. നമുക്ക് വീണ്ടും യൂദയായിലേക്ക് പോകാം. ഗുരു, യഹൂദർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയാൻ അന്വേഷിക്കുകയായിരുന്നല്ലോ. എന്നിട്ട് അങ്ങോട്ട് പോവുകയാണോ? പകലിന് 12 മണിക്കൂറില്ലേ? പകൽ നടക്കുന്നവൻ കാൽ തട്ടി വീഴുന്നില്ല. ഈ ലോകത്തിന്റെ പ്രകാശം അവൻ കാണുന്നു. രാത്രി നടക്കുന്നവൻ തട്ടി വീഴുന്നു, കാരണം അവന് പ്രകാശമില്ല. നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ്. അവനെ ഉണർത്താൻ ഞാൻ പോകുന്നു. കർത്താവേ, ഉറങ്ങുകയാണെങ്കിൽ അവൻ സുഖം പ്രാപിക്കും. ലാസർ മരിച്ചുപോയി. നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ അവിടെ ഇല്ലാഞ്ഞതിൽ നിങ്ങളെ പ്രതി ഞാൻ സന്തോഷിക്കുന്നു. നമുക്ക് അവന്റെ അടുത്തേക്ക് പോകാം. അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം. ഇത് മാത്രമല്ല കേട്ടോ, ഉദാനം ചെയ്ത ഈശോയെ തൊട്ടറിഞ്ഞ് അനുഭവിച്ചവനാണവൻ. അതിന്റെ ശക്തിയാ ഇന്നത്തെ ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ നിദാനം. കാണണ്ടേ ആ ദിനം? ദൈവം തന്റെ ഏകജാതനെ ലോകരക്ഷയ്ക്കായി അയച്ചു. അവൻ നമുക്കായി ബലിയായി കുരിശിലേറി മരിച്ചു. തിരുവെഴുത്തിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. തോമ, നീ എവിടെയായിരുന്നു? ഇത്രയും സമയം നിന്നെ കാണാതായപ്പോൾ ഞങ്ങൾ എല്ലാവരും വല്ലാതെ ഭയപ്പെട്ടു. നീ ഇവിടെ ഇല്ലായിരുന്ന നേരത്ത് എന്തൊക്കെയോ സംഭവിച്ചെന്നറിയോ? എന്താ ഇവിടെ സംഭവിച്ചത്? ഞങ്ങൾ മിശിഹായെ കണ്ടു. എന്താ പറഞ്ഞത്? പറഞ്ഞത് കേട്ടില്ലേ? നമ്മുടെ ഗുരു ഇവിടെ ഞങ്ങളുടെ മധ്യത്തിലേക്ക് വന്നു. അവന്റെ കൈകളിലെ ആണിപ്പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എന്റെ വിരലിടുകയും അവന്റെ പാർശ്വത്തിൽ എന്റെ കൈ വയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കില്ല. നീ എന്തിനിങ്ങനെ സാക്ഷ്യം പിടിക്കുന്നു? ഞങ്ങൾ ഇത്രയും പേർ കണ്ടതല്ലേ? ഞങ്ങളുടെ സാക്ഷ്യം നിനക്ക് വിശ്വസിക്കാൻ കഴിയില്ലേ? എനിക്ക് നിങ്ങളിലുള്ള വിശ്വാസമല്ല പ്രശ്നം. ഉയർത്തെഴുന്നേറ്റത് സത്യമാണെങ്കിൽ മിശിഹ എനിക്ക് ദർശനം തരും. ആ ഉറപ്പാണ് എന്റെ വാക്ക്. ദയവായി തെറ്റിദ്ധരിക്കരുത്. എന്താ, തോമസ് ഒന്നും കഴിക്കുന്നില്ലേ? ഇല്ല, എനിക്കിനി ആഹാരം ഇറങ്ങില്ല. എല്ലാവരുടെയും വിശപ്പ് കണ്ടിട്ടാണ് ഞാൻ ഇവിടം വിട്ടുപോയത്. അതുകൊണ്ട് എനിക്ക് സംഭവിച്ച നഷ്ടം വലുതായിപ്പോയി. എനിക്കെന്റെ കർത്താവിനെ കാണാൻ കഴിഞ്ഞില്ല. സഹോദരങ്ങളുടെ വിശപ്പകറ്റാൻ ഞാൻ ആഹാരം തേടി അലയുമ്പോൾ എനിക്ക് മാത്രം ദർശനം തരാതെ അവൻ പോയി. തോമാ, ഇതാരെയും ബോധിപ്പിക്കാനല്ല, എന്റെ നിരാശയാണ്. ഉയർത്തെഴുന്നേറ്റ നാഥനെ കാണാൻ ഭാഗ്യമുണ്ടായില്ലെങ്കിൽ എനിക്ക് ഈ ജീവൻ തന്നെ എന്തിന്? തോമാ, മരണത്തെ ജയിച്ച മിശിഹായെ കാണാതെ 1000 സംവത്സരത്തേക്കാൾ അടുത്തു നിൽക്കുന്ന മരണമാണ് എനിക്ക് അഭികാമ്യം. നിങ്ങൾക്ക് സമാധാനം. തോമസ്, ഗുരു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക. എന്റെ കൈകൾ കാണുക. നിന്റെ കൈ നീട്ടി എന്റെ പാർശ്വത്തിൽ വെക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ഒരുപാട് സ്ഥലങ്ങളിൽ ഗുരുവിനെ കുറിച്ച് പങ്കുവച്ച ആ ധന്യ ജീവിതം മൈലാപ്പൂരിലെ ചിന്നമയിൽ വെച്ച് അവസാനിച്ചു. ദാ ഇങ്ങനെ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. ഈശ്വരൻ ദൃഢവിശ്വാസം നേടിയ താതാ തോമാശ്ലീഹ
ശ്ലീഹ ശ്രേഷ്ഠ പിതാവേ വണങ്ങിടുന്നു തൃപ്പാദം നമിച്ചിടുന്നു തവ പാദം ഭജനം തേടും ഞങ്ങളെ യേശുവിൻ സാക്ഷികളാക്കൂ പുണ്യാത്മാ ഭജനം തേടും ഞങ്ങളെ യേശുവിൻ സാക്ഷികളാക്കൂ പുണ്യാത്മാ